ഹായ്, സൈമൺ സെനക് എന്ന മഹത്തായ ഒരു ഓഥർ, അദ്ദേഹം സ്റ്റാർട്ട് വിത്ത് വൈ എന്ന ബുക്കിൻ്റെ ഓഥറാണ്. ലീഡർഷിപ്പിനെ കുറിച്ച് ഒത്തിരിയധികം അദ്ദേഹം പല മേഖലകളിലും പല പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പല രീതിയിൽ അതിനെക്കുറിച്ച് സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൊരു കഥ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നത്, ലാസ് വാഗസിൽ ഫോർ സീസൺ എന്നുള്ള ഹോട്ടലിൽ അദ്ദേഹം പോയ സമയത്ത്, അവിടെ ലോബിയിലിരിക്കുന്ന സമയത്ത് ഒരു കോർണറിലെ കഫ്റ്റീരിയയിൽ കോഫി കുടിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ കോഫി കൊടുക്കുന്ന വ്യക്തി വളരെ സ്മാർട്ടായിട്ട് ചിരിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം വിഷ് ചെയ്തുകൊണ്ട് കോഫി കൊടുക്കുന്നു. സൈമൺ സെനക് ചോദിച്ചു, ഡു യു ലൈക്ക് യുവർ ജോബ്? അദ്ദേഹം ആ വ്യക്തി ഒട്ടും തന്നെ അമാന്തിക്കാതെ തിരിച്ച് മറുപടി പറഞ്ഞു, ഐ ലവ് മൈ ജോബ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ജോബ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു. ഈ ഹോട്ടലിൽ എൻ്റെ മാനേജേഴ്സ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ മാനേജേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളുടെ അടുത്ത ബെറ്റർ വെർഷനിലേക്ക് നിങ്ങളുടെ ജോബ് നന്നാക്കാൻ വേണ്ടി എന്ത് സഹായമാണ് നമ്മൾ ചെയ്യേണ്ടത്? അവർ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ നന്മ ആഗ്രഹിക്കുന്നു, എൻ്റെ ഔട്ട്പുട്ട് നന്നാക്കാൻ വേണ്ടി അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ ഞാൻ വളരെ കമ്മിറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വേറൊരു ഹോട്ടലിൽ നിന്ന സമയത്ത് ദേ ആർ ഫൈൻഡ് ഔട്ടിങ് മൈ മിസ്റ്റേക്സ്. അവിടുത്തെ മാനേജേഴ്സ് എല്ലാം എങ്ങനെ എൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒരു റഡാർ തലയിൽ വെച്ചിട്ട് അതിൻ്റെ വീക്ഷണത്തിലായിരുന്നു ഞാൻ എപ്പോഴും. എന്തൊക്കെ കാര്യങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഔട്ട്പുട്ട് നല്ലത് വരിക എന്നുള്ളതാണ്, റിസൾട്ട് നല്ലതുണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ആംഗിൾ ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ പ്രൊഫഷണൽ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, നിങ്ങളുടെ കൊളീഗ്സിൻ്റെ കൂടെ, നിങ്ങളുടെ സബോർഡിനേറ്റേഴ്സിൻ്റെ കൂടെ, നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ കൂടെ, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതിലേത് രീതിയാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്?